സ്വർണം എവിടെയെന്ന ചോദ്യത്തിന് പെരിന്തൽമണ്ണയിലെ സ്വർണ്ണ കവർച്ചക്കാർ കള്ളം പറഞ്ഞ് പിടിച്ചു നിന്നത് 5.5 മണിക്കൂറാണ്. കറങ്ങാനിറങ്ങിയതാണെന്നും പെരുമ്പാവൂരിലേക്ക് പോകുന്നെന്നും പറഞ്ഞ കവർച്ചക്കാരെ പോലീസിന്റെ തന്ത്രത്തിലൂടെ തെളിവ് നിരത്തി ചോദ്യം ചെയ്തതോടെ ഇവർ പത്തിമടക്കുകയായിരുന്നു. ജ്വല്ലറി ഉടമകളെ ആക്രമിച്ച് സ്വർണം കവർന്ന കേസിലെ 4 പ്രതികളെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മറ്റു 4 പേർക്കായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. പെരിന്തൽമണ്ണയിൽ ജ്വല്ലറി ഉടമകളായ സഹോദരങ്ങളെ കാറിടിച്ച് വീഴ്ത്തി കുരുമുളക് സ്പ്രേ അടിച്ച് 3.5 കിലോ സ്വർണം കവർന്ന കേസിലെ 4 പേരെയാണ് തൃശൂർ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. തൃശൂർ വരന്തരപ്പള്ളി സ്വദേശി സജിത് കുമാർ, കണ്ണൂർ പാട്യം സ്വദേശികളായ നിഖിൽ രാജ്, പ്രബീൻ, കോക്കൂർ എളവള്ളി സ്വദേശി നിഖിൽ എന്നിവരാണ് അറസ്റ്റിലായത്. 5.5 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിലാണ് പ്രതികൾ കുറ്റം സമ്മതിച്ചത്. പെരിന്തൽമണ്ണയിൽ നിന്ന് കവർച്ച നടത്തി ഷൊർണൂർ വഴി തൃശൂരിലെത്തിയ സംഘത്തെ കിഴക്കേക്കോട്ടയിൽ നിന്നാണ് തൃശൂർ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. എത്ര ചോദ്യം ചെയ്തിട്ടും കുറ്റം സമ്മതിക്കാൻ ആദ്യം പ്രതികൾ തയ്യാറായില്ല. കറങ്ങാൻ പോകുകയാണെന്നും പെരുമ്പാവൂരിലേക്ക് സ്വകാര്യ യാത്ര പോകുകയാണെന്നും മാറ്റിപ്പറഞ്ഞ് 5.5 മണിക്കൂറോളം പ്രതികൾ പിടിച്ചു നിന്നു. പ്രതികൾ താമസിച്ച ലോഡ്ജിലെ CCTV ദൃശ്യമടക്കം പരിശോധിച്ച ശേഷം ഇവർ തന്നെയാണ് പ്രതികൾ എന്ന് ഉറപ്പിച്ചപ്പോഴേക്കും പുലർച്ചെ 5:30 ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്തപ്പോഴേക്കും പ്രതികളുടെ ചെറുത്തുനിൽപ്പ് അവസാനിച്ചു. പെരിന്തൽമണ്ണയിലെ KM ജ്വല്ലറിയുടെ ഉടമസ്ഥരായ കിനാത്തയിൽ യൂസഫ്, ഷാനവാസ് എന്നിവരെയാണ് കാറിലെത്തിയ 8-അംഗ കവർച്ചാ സംഘം സ്കൂട്ടറിൽ ഇടിച്ച് ആക്രമിച്ചത്. വാഹനം ഇടിച്ച് വീഴ്ത്തി കണ്ണിൽ കുരുമുളക് സ്പ്രേ ഉപയോഗിച്ച ശേഷം സ്വർണമായി കടന്നു കളയുകയായിരുന്നു. ഷൊർണൂരിലെത്തിയ ശേഷം സംഘം 2ആയി വേർപിരിഞ്ഞു. കാറിന്റെ നമ്പർ തിരിച്ചറിഞ്ഞ് പോലീസ് പിടികൂടാനിടയുണ്ടെന്ന് മനസ്സിലാക്കി പ്രതികൾ വ്യാജ നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ചു. എന്നാൽ ഈ സാധ്യതയും സിറ്റി പോലീസ് മുന്നിൽ കണ്ട് CCTV ദൃശ്യത്തിലേതുപോലുള്ള എല്ലാ വാഹനങ്ങളും തടഞ്ഞ് പരിശോധന നടത്തുകയായിരുന്നു. ഈ ചാനൽ പെരിന്തൽമണ്ണ. അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.